ഹലോ അസ്സാം വലൈക്കും വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഉരുളക്കിഴങ്ങ് തൊലി വെച്ച് അടിപൊളി ഒരു സ്നാക്കാണ്. അപ്പോൾ വീഡിയോക്ക് പോകുന്ന മുന്നേ നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. ഞാനിപ്പോൾ കഴുകി വൃത്തിക്ക് നല്ല ക്ലീനാക്കിയ ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ചെറുതോ വലുതോ എങ്ങനെ വേണമെങ്കിലും എടുക്കുക. തൊലി രണ്ടെണ്ണമൊക്കെ എടുത്താൽ നമുക്ക് തൊലി നല്ല കിട്ടണം. തൊലിയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ കറി ഉണ്ടാക്കുന്ന ദിവസം അങ്ങനെ വെറുതെ തൊലി കളഞ്ഞിട്ട് പിന്നെ നമ്മൾ ഉരുളക്കിഴങ്ങ് എടുത്തില്ല അതെടുത്ത് വെച്ചാൽ അത് കറുത്ത കളറാവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നാശമാക്കി കളയണ്ട. നമ്മൾ എപ്പോഴാണ് ഉരുളക്കിഴങ്ങ് ഉപയോഗിക്കാൻ എടുക്കുന്നത് ആ സമയത്ത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞാൻ തൊലി എടുത്തിട്ടുണ്ട്. ഞാൻ പീലർ വെച്ചിട്ട് ചെയ്യണം. കത്തി വെച്ചിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. അത് നമ്മളങ്ങനെ എടുക്കുമ്പോൾ കുറച്ച് ആ ഉരുളക്കിഴങ്ങിൻ്റെ അതൊക്കെ നമുക്ക് കിട്ടും, ആ കമ്പൊക്കെ നമുക്ക് കിട്ടും. അതുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇതേപോലെ നമ്മൾ ആക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. തൊലി ഇങ്ങനെ കളഞ്ഞെടുക്കുന്നുണ്ട്. ഈ തൊലിയാണ് മെയിൻ നമുക്ക് വേണ്ടത്. തൊലി വെച്ചിട്ടാണ് സ്നാക്ക് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഞാനിവിടെ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. നല്ല നീളത്തിലുള്ള ഉരുളക്കിഴങ്ങായിട്ട് നീളത്തിലുള്ള തൊലിയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ഇത് ഇത്ര നീളം വേണ്ട, നമുക്കത് കട്ട് ചെയ്യാം. അത്രയും വലിയ ഇതാക്കാണ്ട് ചെറുതായിട്ട് കട്ട് ചെയ്യുക. അപ്പോൾ ഓരോന്നെടുത്തിട്ട് ഞാൻ കട്ട് ചെയ്യും. ഇനിയിപ്പോൾ ചെറിയ ഉരുളക്കിഴങ്ങാണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. അങ്ങനെ നമുക്ക് അത് ചെറിയ ഇതായിരിക്കുമല്ലോ തൊലിയെല്ലാം ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ മതി. ഇത് നീളത്തിലുള്ളതുകൊണ്ട് നീളം കൂടുതലാണ്. അപ്പോൾ ഞാൻ എല്ലാതും ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് വേണ്ട വീതി ഉള്ളതുണ്ടല്ലോ, വീതി ഉള്ളതാണെങ്കിൽ അത്രയും വീതി വേണ്ട, എന്നാൽ അത്രയും തിന്നാവാനും പാടില്ല. അപ്പോൾ ഇങ്ങനെ അതൊക്കെ നല്ല വീതി ഉണ്ട്. അപ്പോൾ ഞാൻ അത് വീതി ഉള്ളത് കൊണ്ട് ഞാൻ അതൊന്നുകൂടി സെൻറ്റർ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നൈസായിട്ടുള്ളതാണെങ്കിൽ അത്രയും നൈസ് വേണ്ട കേട്ടോ. ഇതൊക്കെ ഒരു ഭാഗമാണ്. ഇതുപോലെയൊക്കെ തന്നെ ഉണ്ടായാൽ മതി. അപ്പോൾ ഞാൻ അതിനുണ്ടോ നോക്കിയതാണ്. ഇപ്പോൾ ഇതൊക്കെ കുറച്ച് നൈസാണ്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്യാൻ നമുക്ക് കത്തി വെച്ചിട്ടാണെങ്കിൽ നേരെ കിട്ടും. ഇത് കുറച്ച് വീതിയുണ്ട്. അപ്പോൾ അതും കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ചെറുതാക്കി നല്ല മീഡിയം ഒരു കണത്തിലാക്കി കട്ട് ചെയ്തെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ വെച്ച് പാൻ ചൂടായതിനു ശേഷം ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഓയിൽ ചൂടായതിനു ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ച തൊലി ഇതിൽ ഇട്ട് കൊടുക്കുക. തൊലി ഇതിൽക്കൂടെ നല്ല ഫ്രൈ ആക്കി എടുക്കുക. നല്ല സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ഫ്ലെയിം കുറച്ച് കൂട്ടി വെക്കുക. ഓയിലൊക്കെ ഒന്ന് ചൂടാൻ വേണ്ടിയിട്ട് ഇട്ടതിന് ശേഷം ഒരു മീഡിയത്തിലാക്കി വെക്കുക. അല്ലെങ്കിൽ നല്ലത് പെട്ടെന്ന് അത് കരിഞ്ഞു പോവും. അപ്പോൾ നമുക്കതൊന്ന് ഫ്രൈ ആയി കിട്ടണം. അതായത് എണ്ണയായിട്ടൊന്ന് ഫ്രൈ ആവുന്ന വരെ നിലക്കിക്കൊണ്ടേ നിൽക്കുക. അങ്ങനെ ഇട്ട് പോവരുത്. കാരണം ഇത് കനം കുറഞ്ഞൊരു സാധനമാണ്. പെട്ടെന്ന് അത് തന്നെ ഫ്രൈ ആയി കിട്ടും. അങ്ങനെ ഇട്ട് പോയാൽ അത് പെട്ടെന്ന് കരിയാനും ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഇളക്കിയിട്ട് നിൽക്കുക. നിങ്ങൾ ഇതാണോ ഇപ്പോൾ സംഭവം എന്ന് വിചാരിക്കേണ്ട. ഇത് തൊലി പാരും എല്ലാവരും വേസ്റ്റിൽ കളയാറുള്ളതാണ്. ഇത് ഇനിയിപ്പോൾ ഈ കൂട്ടത്തിൽ കൂടെ നിങ്ങൾക്ക് 2 പൊട്ടറ്റോ അരിഞ്ഞിട്ട് ഇതുപോലെ ഫ്രൈ ആക്കിയാലും സംഭവം രസം ഉണ്ടാവും. നമ്മൾ ലേസിൻ്റെ ഒക്കെ ടേസ്റ്റ് കിട്ടും. പക്ഷേ ഈ തൊലി ആരും അങ്ങനെ എടുത്തിട്ട് ഇതുപോലെ ഫ്രൈ ആക്കലില്ല. എല്ലാവരും എന്ത് ചെയ്യും, തൊലി എന്ത് കറിക്ക് എടുക്കുകയാണെങ്കിലും എന്തിനെടുക്കുകയാണെങ്കിലും ഉരുളക്കിഴങ്ങ് എടുക്കുമ്പോൾ നമ്മളത് കളയാറല്ല പതിവ്. അപ്പോൾ ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തൊക്കെ ഇത് നമ്മൾ തൊട്ട് നോക്കുമ്പോൾ പൊട്ടണം. അപ്പോൾ ഇത് ആയിട്ടില്ല, പൊട്ടുന്നൊരു സൗണ്ട് വരണം. ഇത് അങ്ങനെ ആയിട്ടില്ല. അപ്പോൾ ഒന്നുകൂടി ഞാൻ ഒന്നിട്ട് ഫ്രൈ ആക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിടിച്ച് നോക്കുമ്പോൾ നമുക്ക് പൊട്ടുന്ന ഇതാകുമ്പോൾ അതാണ് അതിൻ്റെ കറക്റ്റ് പരിവ്. അതായത് ചിപ്സ് പോലെ പൊട്ടണം. ഇപ്പോൾ ഇതായിട്ടുണ്ട് കേട്ടോ, കറക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓയിലിൽ നിന്ന് എടുത്ത് മാറ്റുകയാണ് കേട്ടോ. അതെല്ലായിടത്തും മാറ്റി. ഇനി എനിക്കൊരു ട്രിപ്പും കൂടി ഇടാനുണ്ട്. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി ഒരുമിച്ചിടുമ്പോൾ അതൊന്നും അങ്ങനെ കറക്റ്റ് അങ്ങോട്ട് ആയി കിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് 2 വട്ടാക്കി ഇട്ടിടുന്നത്. അതിനുള്ളൂ 2 ട്രിപ്പ് ഇട്ടിടുന്നത്. അതും ഇതേപോലെ ഞാൻ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കെല്ലാം ക്രിസ്പി ആയിട്ട് കിട്ടും. അല്ല ചിപ്സ് പോലെ കിട്ടും. സെയിം ഓയിൽക്കാണ് ഞാൻ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. കറിവേപ്പില ഒരു സ്മെല്ലൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിന് ഞാൻ കുറച്ച് കറിവേപ്പില ഇതേപോലെ വറുത്തെടുക്കുന്നുണ്ട്. അതും ഇതിലേക്ക് കൊടുത്തതാ നമ്മളെ ചിപ്സ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. പൊട്ടറ്റോ തൊലിയുടെ ചിപ്സ് റെഡിയായി. അതിലേക്ക് നുള്ളു മുളക് പൊടി ഇട്ട് കൊടുക്കുക. നുള്ളിട്ട് ഓവറായിട്ട് വേണ്ട. പിന്നെ ഉപ്പ്. അത് ചിപ്സ് എത്ര ഉണ്ടോ അതിനനുസരിച്ചുള്ള ഉപ്പിട്ട് മുളക് പൊടി ഇട്ട് കൊടുക്കുക. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യണം. എന്നാലും ആവുമ്പോൾ എല്ലാം പിടിക്കുള്ളൂ. അപ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. ഇനിയിപ്പോൾ ഇത് കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ 2 പൊട്ടറ്റോ കട്ട് ചെയ്തിട്ട് ഫ്രൈ ആക്കി ഇതുപോലെ ചെയ്താലും നല്ല ടേസ്റ്റ്. ഇത് ശരിക്കും ഇത് കഴിക്കുമ്പോൾ എന്താ പറയുക, ഇത് നല്ലതായിട്ട് പൊട്ടുന്നുണ്ട് കേട്ടോ. ഇതേപോലെ ചിപ്സ് പൊട്ടുന്ന പോലെ പൊട്ടുന്നുണ്ട്. ഓവറായിട്ട് നമ്മൾ കരിയിച്ചെടുക്കാൻ പാടില്ല കേട്ടോ. ഇതാണ് അതിന് കറക്റ്റ് പോകാം. പിന്നെ ഇതുകൊണ്ട് 2 ഉരുളക്കിഴങ്ങ് കൂടി കട്ട് ചെയ്തിട്ട് കൊടുത്താൽ പൊട്ടറ്റോ ചിപ്സായി. അപ്പോൾ ഇത് ശരിക്കും ഇത് കഴിക്കുമ്പോൾ നമ്മുടെ ലേസിൻ്റെ ഒക്കെ ടേസ്റ്റാണ് അത് കഴിക്കുമ്പോൾ ഉള്ളത്. അപ്പോൾ ഇനിയിപ്പോൾ ആരെങ്കിലും കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ കറി ഉണ്ടാക്കുന്ന സമയത്ത് ഇതേപോലെ തൊലി എടുത്തിട്ട് ഉണ്ടാക്കുക. അല്ലാതെ വെറുതെ ഇത് ഉണ്ടാക്കാനായിട്ട് തൊലി എടുക്കരുത്. കാരണം ആ ഉരുളക്കിഴങ്ങ് പിന്നെ കറുത്ത കളറാവും ഇരുന്നിട്ട് തൊലി കളഞ്ഞാൽ. അപ്പോൾ എല്ലാവരും ഒരു പ്രാവശ്യം ട്രൈ ചെയ്തൊക്കെ നല്ല രസമാണ്. വെറുതെ ഈവനിങ് സ്നാക്ക് കുട്ടികൾക്ക് ഇതേപോലെ ചായക്കോ സ്കൂളിൽ വരുന്ന സമയത്ത് ഇതേപോലെ ഉണ്ടാക്കിയെടുത്ത ലേസിന് പകരമായി നല്ല തൊലി കളയുമ്പോൾ നല്ല ഫ്രഷായിട്ട് തന്നെ കഴുകി എടുത്തിട്ട് വേണം കേട്ടോ, വാഷ് ചെയ്തിട്ട് വേണം എടുക്കാൻ. അപ്പോൾ ഇത്രയുള്ള നമ്മളെ വീഡിയോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.